ഹായ് ഹലോ, എല്ലാവർക്കും ഷെമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും കാത്തിരുന്ന സോപ്പാണ് ഇത് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ ഹയ്യമ്മോക്ക് ഞാൻ എന്തായാലും സ്പെഷ്യലായിട്ടുള്ള സോപ്പ് തന്നെ ആയിരിക്കും തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ആ സോപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അത് നിങ്ങളുടെയൊക്കെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ കുഞ്ഞുവാവയുടെ സോപ്പിൻ്റെ pH ലെവലും എല്ലാം ഇതിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫുള്ളായിട്ടും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ ന്യൂ ബോൺ ബേബിയുടെ സോപ്പ് എങ്ങനെ തയ്യാറാക്കുന്നതെന്നും ഈ ഒരു കളർ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ എല്ലാം വെയിറ്റ് നോക്കി വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു പാത്രം വെച്ച് അതൊന്ന് മൈനസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഓരോ ഐറ്റംസും നമുക്കിതിൽ വെച്ച് വെയിറ്റ് നോക്കിയെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് വെക്കാൻ പോകുന്നത് ഷിയ ബട്ടറിൻ്റെ ബേസാണ്. ഞാനിപ്പം കുറച്ച് കഷ്ണമായിട്ട് മുറിച്ചെടുത്ത ഒരു ബേസ് വെക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 400 ഗ്രാം തന്നെ കൂട്ടാം. 396 കാണിക്കുന്നത്. ഒരു 4 ഗ്രാമിൻ്റെ കുറവേ ഉള്ളൂ 400 ഗ്രാമിന്. ഇനി എടുത്തേക്കുന്നത് നമ്മൾ pH 5.5ൻ്റെ ബേബി ബേസാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു 175 ഗ്രാം എടുക്കുന്നുണ്ട്. ഒരു 400 ഗ്രാം എടുത്തപ്പോൾ ഷിയ ബട്ടറിൻ്റെ ബേസ് ഒരു 400 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 175 ഗ്രാം ബേബി ബേസ്. രണ്ടും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം നമ്മളിതിനെ രണ്ടിനെയും കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാൻ. നമുക്ക് മെൽറ്റായി കിട്ടാൻ എളുപ്പത്തിൽ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ പീസാക്കി കട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്താലോ. നമ്മുടെ കുഞ്ഞുവാവകൾക്കെല്ലാം നമുക്ക് നല്ല സാധനങ്ങൾ ഉപയോഗിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർ, അതായത് തന്നെ നമുക്ക് സോപ്പ് ചെയ്യാൻ അറിയാവുന്നവരും തീർച്ചയായിട്ടും കഴിവതും കുഞ്ഞുമക്കൾക്കുള്ള സോപ്പ് നമ്മൾ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. നല്ല മെറ്റീരിയൽസ് വാങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ബേസുകൾ വാങ്ങിയിട്ട് വേണം കുഞ്ഞുമക്കൾക്ക് ചെയ്യാൻ. രണ്ടും രണ്ടായിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് തന്നെ പാത്രത്തിലാക്കണം. നമുക്ക് 2 പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം രണ്ടായിട്ട് തന്നെ വേണം ഇതിനെ മെൽറ്റ് ചെയ്യാൻ. ഡബിൾ ബോയിൽ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ മെൽറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരേ സമയത്ത് തന്നെ രണ്ടും മെൽറ്റായി കിട്ടുകയും വേണം. അപ്പോൾ നമുക്ക് 2 പാത്രത്തിലായിട്ട് വെള്ളം വെച്ച് രണ്ടും ഒന്ന് ചൂടായി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളത്തിലേക്ക് ഒരു പാത്രത്തിലെ വെള്ളം ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ ഷിയ ബട്ടറിൻ്റെ ബേസ് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളുടെ ബേബി ബേസും വെച്ചിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് ശംഖുപുഷ്പമാണ്. ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഞാൻ പറയില്ല, മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ എടുക്കാതെ അന്നുള്ള പൂക്കളാണ് പറിച്ചെടുക്കുന്നത്. കാരണം അത് നിന്ന് ചീത്തയായി പോകണ്ടല്ലോ, അത് വിചാരിച്ചിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം പൗഡറാണ് കയ്യിലുള്ളതെങ്കിലും ജെല്ലാണ് ഉപയോഗിക്കുന്നതെങ്കിലും ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലാണുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്രഷ് തന്നെ വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കുന്ന സാധനവുമാണ്. കുഞ്ഞിനെ ഒന്നും ഉപയോഗിക്കാനില്ലല്ലേ. നമ്മുടെ ഷിയ ബട്ടറിൻ്റെ ബേസ് ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ബേസ് ഒന്ന് മെൽറ്റായി വരാനുള്ള ഒരു 5 മിനിറ്റ് ടൈം ഉണ്ട് എന്നുള്ളത്. ഇത് പക്ഷേ ബേബി ബേസ് മെൽറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഷിയ ബട്ടറിൻ്റെ പെട്ടെന്ന് ബേസ് മെൽറ്റായി കിട്ടും നമുക്ക്. പക്ഷേ ബേബി ബേസ് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം നമുക്കതൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. വെജിറ്റബിൾ ഓയിലും വെജിറ്റബിൾ ഗ്ലിസറിനും ഒരുപാട് ഘടകങ്ങളൊക്കെ ഇതിനകത്ത് ആഡായിട്ടുള്ളൊരു ബേസാണ് ബേബി ബേസ്. അതും നാച്ചുറലായിട്ട് കുഞ്ഞുങ്ങളുടെ ശരീരത്ത് തേക്കാൻ വേണ്ടി അവർക്കായിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ബേസാണ് ബേബി ബേസ്. ഏകദേശം രണ്ടും മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഷിയ ബട്ടറിൻ്റെ ബേസ് ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് അതിനകത്തുള്ള ബേസ് കംപ്ലീറ്റ് ഒന്ന് മെൽറ്റായി എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. ഷിയ ബട്ടറിൻ്റെ ബേസൊക്കെ മെൽറ്റായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യിക്കുകയാണ്. നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഫ്ലവറിനെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എപ്പോഴും ജ്യൂസ് എടുത്തും അല്ലെങ്കിൽ ഉണക്കി പൊടിച്ച് അതിൻ്റെ പൗഡർ എടുത്ത് ജെല്ലാക്കിയിട്ടൊക്കെയാണ് സോപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പം നമ്മളിങ്ങനെ ചെയ്യാനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബേബി ബേസിൽ അധികം ജ്യൂസായിട്ടുള്ള ഒരു ഐറ്റംസും നമുക്ക് ചേർത്ത് സോപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം തീരെ കട്ടിയില്ലാതായിപ്പോവും, സോപ്പ് പെട്ടെന്ന് പൊടിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഫ്ലവറായിട്ട് തന്നെ കിട്ടത്. ഇതിൻ്റെ തന്നെ ഉണങ്ങിയ പൗഡർ ഉണ്ടെങ്കിലോ ജെല്ലുണ്ടെങ്കിലോ അങ്ങനെ ചേർത്തിയാൽ മതി. അപ്പോൾ ഞാനൊരു 10-15 പൂവിൻ്റെ അടുത്ത് എടുത്തിട്ടുള്ളൂ. ആ ഫ്ലവർ ഇതിനകത്തേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് അവിടെ കിടന്ന് പതുക്കെ മെൽറ്റായി ചൂടൊക്കെ തട്ടി കഴിയുമ്പോഴത്തേക്ക് ആ ഫ്ലവറിനകത്തെ കളറൊക്കെ നമ്മുടെ ബേസിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, രണ്ടും ഒരേ രീതിയിൽ ഞാൻ കാണിക്കുന്നത്. മറ്റേത് മെൽറ്റായി വരുന്നുണ്ട്, ഇത് നല്ല രീതിയിൽ കളർ ഇളകി വരുന്നുണ്ട്. ചൂട് തട്ടുന്നതിനനുസരിച്ച് ആ പൂവിനകത്തുനിന്ന് നല്ലപോലെ കളർ ഇളകി നല്ലൊരു കളറിലേക്ക് വരുന്നില്ലേ, അടിപൊളി കളറിലാണ് വന്നത്. ഇപ്പം നമ്മുടെ ബേബി ബേസ് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വീഡിയോയിൽ എന്ത് കാണിക്കുന്നുണ്ടോ അതല്ലാതെ നിങ്ങൾ കാണാതെ ഒരു കാര്യങ്ങളും ഇതിനകത്ത് ആഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്ന കറക്റ്റ് മെഷർമെൻറ്റിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി നമുക്കിതിനകത്തേക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേരയും ശംഖുപുഷ്പവും കൂടെ ഞാൻ ഓയിലാക്കി വെച്ചിരിക്കുന്ന ഓയിലാണ് 2 സ്പൂൺ ഒഴിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഗ്രൂപ്പിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണുക. ശംഖുപുഷ്പം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓയിലാക്കി വെക്കുക. ഈ ഓയിലാണ് നമ്മൾ ഹയമോളുടെ ദേഹത്ത് പുരട്ടുന്നതും തലയിൽ പുരട്ടുന്നതും. മറ്റുള്ള ഒരു ഓയിൽ നമ്മളിപ്പം മൂക്ക് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. ശംഖുപുഷ്പ ഓയിൽ മാത്രമാണ് മൂക്ക് പുരട്ടുന്നത്. ഏകദേശം രണ്ടും എല്ലാം സെറ്റായി, രണ്ടും ഒന്നാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇറക്കി വെച്ചിട്ട് ഇതിനകത്ത് ഇനി വേണ്ടത് ബേബി ഫ്രാഗ്രൻസ് ആണ്. നമ്മൾ തീരെ ഫ്രാഗ്രൻസ് ഒഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ കുഞ്ഞു മക്കൾക്ക് ചെറിയ രീതിയിലൊരു ബേബിയുടെ സ്മെല്ല് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ബേബി ഫ്രാഗ്രൻസ് തന്നെയാണ് ചെയ്യുന്നത്. മറ്റുള്ള ഫ്രാഗ്രൻസ് ഒന്നും ആഡ് ചെയ്തിട്ട് ബേബി ഫ്രാഗ്രൻസ് ഉണ്ടെങ്കിൽ അത് മാത്രം ആഡ് ചെയ്യുക. കാരണം അത് ഒരുപാട് വേണ്ട, ഒരു നമുക്ക് നോർമലി ചെറിയൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ഞാനൊരു 6-7 തുള്ളിയാണ് ഇതിനകത്തേക്ക് ഒഴിച്ചിരിക്കുന്നത്. ആ ഒരു സ്മെല്ല് മതി നമുക്ക്. അതല്ല കൂടുതൽ സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ കുറച്ചാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ മോൾഡ് നിങ്ങൾക്കറിയാമല്ലോ, ബേബി മോൾഡിനകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 സോപ്പിനും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി 3 മണിക്കൂർ വെക്കണമായിരുന്നു. 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സോപ്പൊന്ന് സെറ്റായിട്ടുണ്ട്. പക്ഷേ ഒരു 6 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ കട്ടിയായി കിട്ടും. ഇത് ഞാനൊരു 3 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. 6 മണിക്കൂർ വെച്ചാൽ അത്രയും ഉപകാരം. കാരണം നമുക്ക് കുറച്ച് ടൈം കുറവായതുകൊണ്ടാണ് ഞാൻ മോൾഡിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് ഈ ഒരു വീഡിയോ എടുത്ത് തീർക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മോൾഡിൽ നിന്ന് എടുത്ത് കാണിക്കുന്നത്. നിങ്ങൾ 6 മണിക്കൂർ ഇതുപോലെ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സെറ്റായി കിട്ടും. ഇത് ഇനി ഇരുന്ന് സെറ്റ് ആയിക്കോളും, എന്നാലും 6 മണിക്കൂർ മോൾഡിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. എന്ത് ഭംഗിയല്ലേ, ക്യൂട്ടായിട്ടുണ്ട്. കളറ് തന്നെ നമ്മൾ ബേസിനകത്ത് ഒഴിച്ച് പൂ ഇട്ട സമയത്ത് വന്ന കളറ് കുറച്ച് ലൈറ്റായിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷെ സോപ്പ് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അടിപൊളി കളറിലേക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് ഭംഗിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സ്മെല്ലായിട്ടുണ്ട്, നല്ല കട്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലും കൂടുതലായിട്ട് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്യാമെന്ന്. ഇനി നമുക്കിതിൻ്റെ pH ലെവലൊന്ന് നോക്കിയാലോ. നമുക്ക് 5.5 ബേസും ഷിയ ബട്ടറും വെച്ചാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സായി ശംഖുപുഷ്പമൊക്കെ ചേർന്ന് വന്നപ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ് pH ലെവൽ കിട്ടിയെന്നൊന്ന് നോക്കാം. ഇപ്പം pHൻ്റെ പേപ്പർ ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. എനിക്കറിയാം, ഞാൻ എന്ത് ഇതിൽ കാണിച്ചാലും നിങ്ങൾ അതേ സ്പോട്ടിൽ നിങ്ങൾ ചോദിക്കും ഇത് എവിടെ നിന്നാണ്, എങ്ങനെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ ആമസോണോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ കയറി സെർച്ച് ചെയ്താൽ ഇതെല്ലാം കിട്ടുന്നതായിരിക്കും. ഇതാ pH നമ്മൾ നോക്കിയിട്ടുണ്ട്, കണ്ടോ. 5 ആകുമ്പോൾ ഡാർക്ക് യെല്ലോയും 6 ആകുമ്പോൾ ലൈറ്റ് യെല്ലോയിലേക്കും വരുന്നുണ്ട്. അപ്പോൾ 6ഉം 5നും 6നും ഇടയ്ക്കായിട്ടാണ് നമ്മളിതിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ 7 എത്തുന്ന പോലും ഇല്ല. 5നും 6ഉം ഇടയ്ക്ക് നിൽക്കുന്നതാണ്. 5.7 വരെ നമുക്ക് ബേബി ബേസ് ഉപയോഗിക്കാം. ഇതിപ്പോൾ 5ഉം 6നും ഇടയ്ക്കാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കുഞ്ഞുമാവയ്ക്കുള്ള സോപ്പ് തയ്യാറാക്കാം, ധൈര്യത്തിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ബേസ് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത്. ഷിയ ബട്ടറും ബേബി ബേസും ഒക്കെ അവൈലബിൾ ആണ്. ഇനി ഇതിനകത്ത് പതയുണ്ടോ എന്നാണ് എല്ലാവർക്കും സംശയം. നമുക്കൊന്ന് നോക്കിയാലോ. ഒന്ന് ചെറിയ രീതിയിലൊന്ന് കൈ നനച്ചിട്ടേ ഉള്ളൂ ഞാൻ, കണ്ടോ. പെട്ടെന്ന് തന്നെ 3 മണിക്കൂർ കൊണ്ട് ഞാൻ സോപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞ്. ഇനി നമുക്കിതൊന്ന് കയ്യിലൊക്കെ ഒന്ന് പുരട്ടി നോക്കിയിട്ട് ഒന്ന് കഴുകിയാലോ. അപ്പോൾ അത്യാവശ്യം തന്നെ ഇപ്പം തന്നെ കട്ടി വന്നിട്ടുണ്ട്. 6 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കട്ടി കിട്ടും. അപ്പോൾ പക്ഷേ ബേബി സോപ്പിന് നിങ്ങൾക്കറിയാമല്ലോ, നോർമലി നമ്മളൊരു ബേബി സോപ്പ് വാങ്ങാൻ പോയാൽ എത്ര രൂപ ഉണ്ടാവുമെന്ന്. ഇപ്പോൾ 2 തരം ബേസും ഇതിനകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തെടുക്കുമ്പോൾ എന്തായാലും അത്യാവശ്യം റേറ്റ് ഉണ്ടാവും സോപ്പിന്. കണ്ടോ എന്താ പത, സൂപ്പറാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് കയ്യിലേക്ക് പുരട്ടി തേക്കുമ്പോൾ തന്നെ. നല്ല അടിപൊളിയായിട്ട് സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, മറന്നു പോകരുത് ഫീഡ്ബാക്ക് പറയാൻ. ഇനി നമ്മളൊരാളെയും കൂടെ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ കുഞ്ഞുവാവയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ്. അമ്മയ്ക്കും കുഞ്ഞിനും മാത്രമല്ല, നമുക്കെല്ലാവർക്കും കുളിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇഞ്ച. ഇത് കണ്ടോ,
ഇത് ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും ഇഞ്ച. ഈ ഇഞ്ച എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചകിരിയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്പോഞ്ച് ഇതിനൊക്കെ പകരം നമ്മുടെ ദേഹത്ത് പുരട്ടി തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഇഞ്ച. ഇഞ്ചി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്തായിട്ട് വരാനും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ മുഖസൗന്ദര്യത്തിന് അല്ലെങ്കിൽ ശരീര സൗന്ദര്യം എല്ലാം വർദ്ധിക്കുവാനും ഒക്കെ ഇഞ്ച ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അപ്പോൾ ഈ ഒരു ഇഞ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാരും പ്രസവ സമയത്താണ് എല്ലാവരും ഇത് വാങ്ങുക. കുഞ്ഞിനെയും അമ്മയും കുളിപ്പിക്കാനാണ്. എണ്ണയിട്ട് വന്നു കഴിയുമ്പോൾ ചകിരി തേക്കുന്നതിൽ നല്ലത് ഇഞ്ച തേക്കുന്നതാണ്. ഈ ഇഞ്ചയെ ഇതുപോലെ എന്ന് വെച്ചാൽ ഇഞ്ച ആ തോലിനകത്ത് ഒരു മരത്തിൻ്റെ ഉൾത്തോലാണ് ഇഞ്ചിയായിട്ട് നമുക്ക് തരുന്നത്. പുറമേ ഉള്ള തോല് വെട്ടിയിട്ട് ഉള്ളിലുള്ള തോല് ചെത്തിയാണ് ഇത് മരുന്ന് ഷോപ്പുകളിലൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇഞ്ച എന്ന് തന്നെയാണ് ഇതിന് എവിടെയും പറയുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നല്ലപോലെ കുറച്ച് നമുക്ക് ആവശ്യമുള്ള പോർഷൻ എടുക്കുക. എന്നിട്ട് അതൊരു ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് നേരം അതൊന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുക. പിന്നെ നന്നായിട്ട് നമ്മുടെ അടുത്ത് ചെറിയ ഇടിക്കുഴവിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചതച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കട്ടിയുള്ള തോലൊക്കെ അങ്ങ് പോയിട്ട് നല്ല സ്മൂത്തായിട്ട് വരും. പിന്നെ നമ്മൾ സോപ്പ് തേച്ച് ഉപയോഗിച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ pH കാണിച്ച് സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇഞ്ച കാണിച്ച് കുഞ്ഞിന് വേണ്ടതും അമ്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചയാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടതും കുഞ്ഞിന് വേണ്ട സോപ്പുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. ഇതുപോലെ ഉപകാരമുള്ള ഒരുപാട് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ കയറി യൂട്യൂബിൽ ഷൈമാസ് വേൾഡ് കയറി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഉപകാരപ്പെട്ട വീഡിയോ ആയിരിക്കും ഒരുപാട് കിട്ടാനുള്ളത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അത്രയും ഉപകാരമുള്ള വീഡിയോ അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.